ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്കായിട്ട് ഞാൻ കമന്റിൽ ആ വീഡിയോ പിൻ ചെയ്ത് വെക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആ സമയത്ത് ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വേറൊന്നല്ല, നമ്മൾ കാണാറുണ്ട്, പറയാറുണ്ട് അല്ലേ, മൈ സെൽഫ്, ദം സെൽഫ്സ്, അതുപോലെ തന്നെ ഹെർ സെൽഫ്, ഹിം സെൽഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സെൽഫ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ടല്ലോ. ഇത് എപ്പോൾ, എവിടെ, എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നമ്മൾ പഠിച്ചിരിക്കണം. കാരണം നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മളിതൊക്കെ യൂസ് ചെയ്യാറുള്ളതാണ്, നമുക്ക് വേണ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണിത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, എങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അതിൻ്റെ ക്വസ്റ്റ്യൻസും അതിനിടയിൽ ഞാൻ തരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ദം സെൽഫ്സ്, അതുപോലെ തന്നെ യുവർ സെൽഫ്സ്, യുവർ സെൽഫ്, ഇങ്ങനെയുള്ള ഹെർ സെൽഫ്, ഇതൊക്കെ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? അത് ആദ്യമായിട്ട് പറയാം. നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ട് അതിനൊന്നും കൂടി എംഫസൈസ് ചെയ്ത് പറയുമോ, ഒന്ന് ഊന്നി പറയുമല്ലോ. ഞാൻ തന്നെ, അവൾ തന്നെ, അവർ തന്നെ എന്നുള്ള ആ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയാറുണ്ടല്ലോ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെൽഫ് അതുപോലെ സെൽഫ്സ് എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. മൈ, ഹെർ, ഹിം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിന് വേറൊരു നെയിമും കൂടി ഉണ്ട് കേട്ടോ, റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറയും. അതായത് നമ്മൾ സാധാ പ്രോനൗൺ ഏതൊക്കെയാണ്? ഹിം, ഹെർ, യു, അതുപോലെയുള്ള കാര്യങ്ങൾ അല്ലേ, നമുക്കറിയാം. അതിൻ്റെ റിഫ്ലെക്സീവ് പ്രോനൗൺ ആണ് ഈ പറയുന്ന സെൽഫ്, സെൽഫ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതും നമ്മൾ ഡെയിലി ലൈഫിൽ മലയാളത്തിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിന് ഇംഗ്ലീഷിലോട്ടാക്കുമ്പോൾ ഈ വക കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ഇതെവിടെ, എങ്ങനെ, എപ്പോ എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാം കേട്ടോ. ഇതിനിടയിൽ ക്വസ്റ്റ്യൻസ് ആണ്, ഓരോന്ന് കഴിയുമ്പോഴും ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോ ഈ റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ സെൽഫ്, യുവർ സെൽഫ്, പിന്നെ ഹെർ സെൽഫ്, ഹിം സെൽഫ്, ദം സെൽഫ്സ്, അതുപോലെ അവർ സെൽഫ്സ്, അതുപോലെ തന്നെ യുവർ സെൽഫ്സ്. അപ്പൊ ഇവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, യുവർ സെൽഫും ഉണ്ട്, യുവർ സെൽഫ്സും ഉണ്ട്. അപ്പൊ ഇതിന്റെ വ്യത്യാസവും കൂടി നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് മൈസെൽഫ് എന്താ നോക്കാം. മൈസെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ പറയുന്ന സിറ്റുവേഷനാണ് ഈ മൈസെൽഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരുപാട് ജോലി നമ്മൾ വീട്ടിൽ ചെയ്തിട്ട് നമ്മൾ പറയാറുണ്ട്, ഞാൻ തന്നെയാണ് ജോലി ചെയ്തത് എന്ന് പറയാറുണ്ടല്ലോ. ഞാൻ തന്നെയാണ് ഇത് പഠിച്ചത്, ഞാൻ തന്നെയാണ് അവളെ കണ്ടത്. ഇങ്ങനെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് എംഫസൈസ് ചെയ്ത് പറയാറുണ്ട്. ഇവിടെ നമ്മൾ മൈസെൽഫ് യൂസ് ചെയ്ത് പറയണം. ഞാൻ തന്നെയാണ് ജോലി ചെയ്തത്. എങ്ങനെ പറയാം? I did the work myself. I did the work myself. ഇവിടുത്തെ ഡിഡ് എന്ന് പറയുന്നത് ചെയ്തത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. I did the work myself. ഞാൻ തന്നെയാണ് ജോലി ചെയ്തത്. ഓക്കെ, നമ്മളൊരു കേക്ക് ഉണ്ടാക്കി, നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കി. ആ സമയത്ത് നമ്മൾ പറയാറുണ്ട്, ഞാൻ തന്നെയാണ് ഈ കേക്ക് ഉണ്ടാക്കിയത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കേക്ക്, ഞാൻ തന്നെയാണ് കേക്ക് ഉണ്ടാക്കിയത്. എങ്ങനെ പറയാ? ഉണ്ടാക്കുക കഴിഞ്ഞ കാര്യമാണല്ലോ. ഐ മേഡ് ദിസ് കേക്ക് മൈസെൽഫ്. ഐ മേഡ് ദിസ് കേക്ക് മൈസെൽഫ്. ഞാൻ തന്നെയാണ് ഈ കേക്ക് ഉണ്ടാക്കിയത്. നമ്മൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ മലയാളത്തില്. ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടാ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളവിടെ മൈസെൽഫ് യൂസ് ചെയ്യും. ഇനി നിങ്ങൾക്ക് ഇതിലുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് ഓരോരോ സെക്ഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ആൻസർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മൈസെൽഫില് ഇതുപോലെ ഒരുപാട് സെന്റൻസ് നമുക്ക് പറയാനായിട്ട് പറ്റും. നിങ്ങൾക്ക് സ്വയം ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, എപ്പോഴും പറയുന്നത് പോലെ. അതല്ലെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. ഇപ്പം ഒരു കാര്യം നമുക്ക് പറയണം, എനിക്ക് തന്നെ അവളോട് പറയണം അല്ലെ, വേറെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് തന്നെ അവളോട് പറയണം എന്നുള്ളത് എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഇതുപോലെ വേറെ എന്തെങ്കിലും സെന്റൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. അപ്പം ഞാൻ തന്നെയാണ് അവിടെ പോകേണ്ടത്, എനിക്ക് തന്നെയാണ് ഇത് വാങ്ങേണ്ടത്, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. അതിന്റെ സെന്റൻസ് ഒക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക. ഒന്നും കിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ സെന്റൻസ് പറയാട്ടോ. ഹിംസെൽഫ്, യുവർ സെൽഫ് നമുക്ക് പറയാം. യുവർ സെൽഫും യുവർ സെൽഫ്സും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് അവസാനം പറയാട്ടോ. ഹിംസെൽഫ്, ഹിംസെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നുള്ളതാണ് അല്ലെ. ഹിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ന് പറയുന്ന പ്രോനൗൺ ആണ്. അതിന്റെ റിഫ്ലെക്സീവ് പ്രോനൗൺ ആണ് എന്ത്? ഹിംസെൽഫ്. ഹിംസെൽഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ജോലി ഇപ്പൊ നമ്മളെ മക്കളായാലും നമ്മൾ പറയാൻ, അവൻ തന്നെ ആ ജോലി പൂർത്തിയാക്കി അല്ലെ, അവൻ തന്നെ അത് എഴുതി തീർത്തു, അവൻ തന്നെ അവിടെ പോയി, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ അവൻ തന്നെ ആ ജോലി പൂർത്തിയാക്കി, ഇങ്ങനെ പറയാം.
ഹി കംപ്ലീറ്റഡ് ദ ടാസ്ക് ഹിംസെൽഫ്. ടാസ്ക് ഓർ വർക്ക് എന്തും പറയാം. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് നമ്മൾ ഒരാളെ ഏൽപ്പിക്കുമ്പോൾ അതൊരു ടാസ്ക് എന്ന് പറയാം അല്ലേ. അപ്പോ നമ്മൾ എന്താ പറയാ, ഹി കംപ്ലീറ്റഡ് ദ ടാസ്ക് ഹിംസെൽഫ്. അവൻ തന്നെ ആ ജോലി പൂർത്തിയാക്കി. ഓക്കെ. കളിക്കുമ്പോൾ അവനിക്ക് തന്നെ പരിക്ക് പറ്റി. കളിക്കുമ്പോൾ അവന് തന്നെ പരിക്ക് പറ്റി എന്ന് പറയാറുണ്ടല്ലോ. എങ്ങനെ പറയാ, അവനിക്ക് തന്നെ പരിക്ക് പറ്റി, അല്ലെങ്കിൽ അവന് തന്നെ പരിക്ക് പറ്റി, അല്ലെങ്കിൽ അവൻ തന്നെ വിജയിച്ചു, ഇങ്ങനെ പലതും പറയാം. അപ്പൊ കളിക്കുമ്പോൾ അവന് തന്നെ പരിക്ക് പറ്റി. ഹി ഹട്ട് ഹിംസെൽഫ് വൈൽ പ്ലേയിങ്. ഹി ഹട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിക്ക് പറ്റുക എന്നാണ്. ഹി ഹട്ട് ഹിംസെൽഫ് വൈൽ പ്ലേയിങ്. കളിക്കുമ്പോൾ അവന് തന്നെ പരിക്ക് പറ്റി. ഓക്കെ. ഇനി നമുക്ക് ഹിംസെൽഫ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം. ഇപ്പം കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും കറിയോ എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ അവൻ ചെളിയുള്ള കാലുകൊണ്ട് കയറി വരികയോ എന്തെങ്കിലും ഒന്ന് ചെയ്തു. നമ്മളെ മക്കളോടൊക്കെ നമ്മൾ പറയാറുണ്ട്, അവൻ തന്നെ ഇത് വൃത്തിയാക്കണം എന്ന് പറയാറുണ്ടല്ലോ. അവൻ തന്നെ ഇത് വൃത്തിയാക്കണം, നീ തന്നെ ഇത് വൃത്തിയാക്കണം ഇങ്ങനെ പറയാറുണ്ട്. അപ്പം അവൻ തന്നെ ഇത് വൃത്തിയാക്കണം എന്നിങ്ങനെ പറയും. നേരത്തെ നമ്മൾ പാസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം പറയുന്നത് എന്താണ്, നീ തന്നെ അല്ല, അവൻ തന്നെ ഇത് വൃത്തിയാക്കണം. ഇതാണ് ഹിംസെൽഫില് നിങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യൻസ്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഹെർസെൽഫ്. എന്താണ് ഹെർസെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഹെറിന്റെ റിഫ്ലെക്സീവ് പ്രോനൗൺ ആണ് ഹെർസെൽഫ് എന്ന് പറയുന്നത്. ഓക്കെ. അവൾ തന്നെയാണ് മുറി വൃത്തിയാക്കിയത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവൾ തന്നെയാണ് മുറി വൃത്തിയാക്കിയത്, നമ്മൾ ആരും കൂടിയിട്ടില്ല. അവൾ തന്നെയാണ് പാത്രങ്ങൾ കഴുകിയത്, അവൾ തന്നെയാണ് അലക്കിയത്, അവൾ തന്നെയാണ് മുറ്റമടിച്ചത് ഇങ്ങനെ പറയാറുണ്ടല്ലോ. അവൾ തന്നെയാണ് റൂം വൃത്തിയാക്കിയത് ഇങ്ങനെ പറയാം. ഷി ക്ലീൻഡ് ദ റൂം ഹെർസെൽഫ്. ഷി ക്ലീൻഡ് ദ റൂം ഹെർസെൽഫ്. അവൾ തന്നെയാണ് റൂം വൃത്തിയാക്കിയത്. ഓക്കെ. അവൾ കണ്ണാടിയിൽ തന്നെ നോക്കി, അവൾ ടിവിയിൽ തന്നെ നോക്കി, അവൾ ഫോണിൽ തന്നെ നോക്കി ഇങ്ങനെ പറയാറുണ്ടല്ലോ. അവൾ കണ്ണാടിയിൽ തന്നെ നോക്കി. ഷി ലുക്ക്ഡ് അറ്റ് herself in the mirror. She looked at, അല്ലേ, നോക്കി. ലുക്കിന്റെ കൂടെ നമ്മളെപ്പോഴും അറ്റ് യൂസ് ചെയ്യാറുണ്ട്. She looked at herself in the mirror. അവൾ കണ്ണാടിയിൽ തന്നെ നോക്കി. ഓക്കെ. ഇനി herself യൂസ് ചെയ്ത് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. നല്ലൊരു പാട്ട്, അവൾ നന്നായി പാടും. അപ്പൊ എല്ലാവരും സെലക്ട് ചെയ്തത് അവളെയാണ്. അപ്പൊ പറയാണ്, അവൾ തന്നെ ഈ പാട്ട് പാടണം, എങ്കിലേ അതിനൊരു രസം ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പോ നമ്മൾ പറയണം, അവൾ തന്നെ ഈ പാട്ട് പാടണം. എങ്ങനെ പറയാം, ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാം കമന്റിൽ അറിയിക്കണം. ഓരോരോ സെക്ഷനിലും ഓരോ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ. ഇറ്റ് സെൽഫ് ഉണ്ട്. ഇറ്റ് സെൽഫ് എന്താണ്? ഇറ്റ് സെൽഫ്, ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു പ്രോണൗൺ ആണ് ഇറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിന്റെ റിഫ്ലെക്സീവ് പ്രോണൗൺ ആണ് ഇറ്റ് സെൽഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇറ്റ് സെൽഫ് എന്ന് പറയുമ്പം എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം, പൂച്ച തന്നെ വൃത്തിയാക്കി അല്ലെ. ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ഭക്ഷണമൊക്കെ വെച്ചു കൊടുത്താണ്, പൂച്ച തന്നെ വൃത്തിയാക്കി. നമ്മൾ പറയാറുണ്ടല്ലോ, ദ കാറ്റ് ക്ലീൻഡ് ഇറ്റ് സെൽഫ്. ദ കാറ്റ് ക്ലീൻഡ് ഇറ്റ് സെൽഫ്. പൂച്ച തന്നെ വൃത്തിയാക്കി. ഓക്കെ. വാതിൽ തന്നെ തുറന്നു, അതായത് വാതിൽ തുറന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, വാതിൽ തന്നെ തുറന്നു. ദ ഡോർ ഓപ്പൺഡ് ഇറ്റ് സെൽഫ്. ദ ഡോർ ഓപ്പൺഡ് ഇറ്റ് സെൽഫ് അല്ലേ. ഇനി അതിലൊരു ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ, നായ തന്നെയാണ് കുരച്ചത്. നായ തന്നെയാണ് കുരച്ചത് എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മള് യുവർ സെൽഫ്. യുവർ സെൽഫ്സ്. യുവർ സെൽഫിനെ നമ്മൾ അവസാനം കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, യുവർ സെൽഫ് എന്ന് പറയുന്നുണ്ട്, യുവർ സെൽഫ്സ് എന്നും പറയുന്നുണ്ട്. ഇനി അവർ സെൽഫ്, അവർ സെൽഫ്സും അതുപോലെ ദംസെൽഫ്സും പറയാനുണ്ട്. പക്ഷെ ഇവിടെ യുവർ സെൽഫ് എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും നമ്മളെ പ്രോനൗണിൽ നമ്മൾ യുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലൂറൽ ആയിട്ട് കണക്കാക്കാറുണ്ട് അല്ലെ. പ്ലൂറൽ ആണ്, പ്ലൂറൽ സബ്ജക്റ്റ് ആണ് നമ്മുടെ യുവർ എന്ന് പറയുന്നത്. അത് നീ ആയാലും നിങ്ങൾ എന്നായാലും നമ്മൾ എന്ത് പറയും, പ്ലൂറൽ സബ്ജക്റ്റിലോട്ട് മാറ്റും. അതുപോലെ യുവർ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലർ സബ്ജക്റ്റിലാണ് പറയാറുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയണം, ഒരു വ്യക്തിയെ കണ്ടിട്ട് നമ്മൾ ചോദിക്കുകയാണ്, നീ നിന്നെ തന്നെ വിശ്വസിക്കണം അല്ലെ. പറയാറുണ്ടല്ലോ, നീ നിന്നെ തന്നെ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിയോടാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ നമ്മൾ സിറ്റുവേഷൻ നോക്കണം. ആ ഒരു വ്യക്തിയോടാണ് നമ്മൾ പറയുന്നത് എങ്കിൽ, ഇപ്പൊ നമ്മളെക്കാളും മുതിർന്ന ആളാണെങ്കിൽ നമ്മൾ പറയും, നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കണം എന്ന് പറയാറുണ്ട്. യു ഷുഡ് ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുക എന്നാണ്. യു ഷുഡ് ട്രസ്റ്റ് യുവർ സെൽഫ്. അവിടെ സെൽഫ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. യു ഷുഡ് ട്രസ്റ്റ് യുവർ സെൽഫ്. നീ നിന്നെ തന്നെ വിശ്വസിക്കണം. ഇനി നെക്സ്റ്റ്, നീ നിന്നെ തന്നെയാണോ ഇത് ചെയ്തത്?
നീ നിന്നെ തന്നെയാണോ ഇത് ചെയ്തത്? ഒരു വ്യക്തിയോടാണ് ചോദിക്കുന്നത് എങ്കിൽ അവിടെ നമ്മൾ എന്ത് പറയണം? ക്വസ്റ്റ്യൻ ആണ്. ഡിഡ് യു ഡു ദിസ് യുവർ സെൽഫ്? ഡിഡ് യു ഡു ദിസ് യുവർ സെൽഫ്? ഓക്കെ, അപ്പൊ യുവർ സെൽഫ് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് മനസ്സിലായല്ലോ. നീ നിന്നെ തന്നെയാണോ ചീത്ത പറയുന്നത്? അല്ലെ, ചിലര് ദേഷ്യം പിടിച്ചിട്ട് നമ്മളെ തന്നെ ഇട്ടിട്ട് ഇത് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ചോദിക്കും, നീ നിന്നെ തന്നെയാണോ ചീത്ത പറയുന്നത് എന്നെങ്ങനെ ചോദിക്കും? ഇവിടെ നീ നിന്നെ തന്നെ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയോടാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അങ്ങനെ സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ യുവർ സെൽഫ് യൂസ് ചെയ്യാം. ഇനി യുവർ സെൽഫ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇത് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയാണ്. അപ്പോൾ പ്ലൂറൽ ആണെങ്കിലും സിംഗുലർ ആണെങ്കിലും നമ്മൾ യുവർ എന്നുള്ള പ്രോനൗൺ എപ്പോഴും പ്ലൂറൽ ആയിട്ട് കണക്കാക്കും. റിഫ്ലെക്സീവ് പ്രോനൗണിൽ വരുന്ന സമയത്ത് യുവർ സെൽഫും പറയും, യുവർ സെൽഫ്സും പറയാറുണ്ട്. ഓക്കെ, ഇപ്പൊ കുറെ ആളുകൾ, ഇപ്പൊ നമ്മൾ മക്കൾ എവിടേക്കെങ്കിലും ടൂർ പോവാണ്, ഒരുപാട് ആളുകളുണ്ട്, അവരെല്ലാവരും നമ്മൾ പറയാറുണ്ട് നിങ്ങളെ ശ്രദ്ധിക്കണം, നിങ്ങളെല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട്. ഒരു ക്ലാസ്സിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കണം അല്ലെ. എവിടേക്കെങ്കിലും പോവാണ് നമ്മൾ പറയാറുണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കണം. ഇങ്ങനെ പറയുമ്പോൾ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്സ്, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്സ്. ഇവിടെ സെൽഫ്സ് എന്നാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് യുവർ സെൽഫ്സും യുവർ സെൽഫും തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പം ഒരു കൂട്ടം കുട്ടികൾ ഇരുന്നിട്ട് എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്തു, ഇപ്പോൾ ഒരു ചെടി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവിടെ നടത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാറുണ്ട് നിങ്ങൾ എല്ലാവരും തന്നെയാണോ ചെയ്തത്? ചോദിക്കാറുണ്ടല്ലോ അല്ലെ. നല്ലൊരു കാര്യം കുറച്ച് കുട്ടികൾ കൂടി ചെയ്തിട്ട് നമ്മൾ ചോദിക്കാറ് നിങ്ങൾ എല്ലാവരും തന്നെയാണോ ചെയ്തത്? നിങ്ങൾ എല്ലാവരും തന്നെയാണോ ഇത് എഴുതിയത്? ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടല്ലോ. നിങ്ങൾ എല്ലാവരും തന്നെയാണോ ചെയ്തത്? ക്വസ്റ്റ്യൻ ആണ്. ഡിഡ് യു ഡു ഇറ്റ് യുവർ സെൽഫ്സ്? ഡിഡ് യു ഡു ഇറ്റ് യുവർ സെൽഫ്സ്? അവിടെ സെൽഫ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. യുവർ സെൽഫും യുവർ സെൽഫ്സും എവിടെ യൂസ് ചെയ്യണം എന്ന് മനസ്സിലായല്ലോ. ഇനി യുവർ സെൽഫ്സിൽ ഒരു ക്വസ്റ്റ്യൻ തരാം. നിങ്ങൾ എല്ലാവരും തന്നെയാണോ ഈ പ്രോഗ്രാം നടത്തിയത്? നിങ്ങൾ എല്ലാവരും തന്നെയാണോ ഈ പ്രോഗ്രാം നടത്തിയത്? ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ. എങ്ങനെ ചോദിക്കും എന്നുള്ളത് ഒന്ന് താഴെ കമന്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, എല്ലാവരും ട്രൈ ചെയ്യുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ദം സെൽസും അവർ സെൽസും ആണ്. സിമ്പിൾ ആണ്. ദം സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദം എന്ന് പറയുന്ന പ്രോനൗണിന്റെ റിഫ്ലെക്സീവ് പ്രോനൗൺ ആണ് ദം സെൽസ് എന്ന് പറയുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ ആളുകൾ അല്ലെ, അവർ എന്ന് പറയുമ്പോൾ അവർ തന്നെയാണ് വീട് പണിതത് അല്ലെ. അവർ തന്നെയാണ് വീട് പണിതത്. എങ്ങനെ പറയാം? ദേ ബിൽറ്റ് ദ ഹൗസ് ദംസെൽവ്സ്. ദേ ബിൽറ്റ് ദ ഹൗസ് ദംസെൽവ്സ്. ഇവിടെ പ്ലൂറലിന് എപ്പോഴും സെൽഫ്സ് എന്നാണ് വേണ്ടത് കേട്ടോ. കുട്ടികൾ തന്നെ വസ്ത്രം ധരിച്ചു. കുട്ടികൾ തന്നെ വസ്ത്രം ധരിച്ചു. കുട്ടികൾ എന്നുള്ളത് ഒരുപാട് ആളുകളാണല്ലോ. ദ ചിൽഡ്രൻ ഡ്രസ്ഡ് ദംസെൽവ്സ്. ദ ചിൽഡ്രൻ ഡ്രസ്ഡ് ദംസെൽവ്സ്. അപ്പൊ ഇതിലൊരു ക്വസ്റ്റ്യൻ തരാം. അവർ തന്നെ കേക്ക് മുറിക്കണം. ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പൊ നമുക്ക് വല്ലാത്തൊരു വാശി. അവർ തന്നെ കേക്ക് മുറിക്കണം. എങ്ങനെ പറയും? ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി അവർ സെൽഫ്സ് ആണ്. നമുക്ക് ഈ അവർ സെൽഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെ റിഫ്ലെക്സീവ് പ്രോനൗൺ ആണ്? വി എന്ന് പറയുന്ന നമ്മൾ എന്ന് പറയാറുണ്ടല്ലോ. ഇതിന്റെ അവർ എന്ന് പറയുന്ന പ്രോനൗണിന്റെ റിഫ്ലെക്സീവ് പ്രോനൗൺ ആണ് അവർ സെൽഫ്സ് എന്ന് പറയുന്നത്. പാർട്ടിയിൽ ഞങ്ങൾ നന്നായി ആസ്വദിച്ചു. പാർട്ടിയിൽ ഞങ്ങൾ നന്നായി ആസ്വദിച്ചു. അതായത് ഒരു പാർട്ടിയിൽ ഞങ്ങൾ നന്നായി ആസ്വദിച്ചു, ഞങ്ങൾ മാത്രമായിട്ട് ആസ്വദിച്ചു എന്ന് പറയാറുണ്ടല്ലോ. വി എൻജോയ്ഡ് അവർ സെൽഫ്സ് അറ്റ് ദ പാർട്ടി. വി എൻജോയ്ഡ് അവർ സെൽഫ്സ് അറ്റ് ദ പാർട്ടി. പാർട്ടിയിൽ ഞങ്ങൾ നന്നായി ആസ്വദിച്ചു. ഞങ്ങൾ തന്നെയാണ് ഭക്ഷണം തയ്യാറാക്കിയത്. ഇപ്പൊ ടൂറ് പോയ വ്യക്തികളാണ്, അവർ പറയാണ് വന്നിട്ട് ഞങ്ങൾ തന്നെയാണ് ഭക്ഷണം തയ്യാറാക്കിയത്. ഈ രണ്ട് സെന്റൻസും പുറത്തു പോയ ആളുകൾ പറയുന്നതാണ് അല്ലെ. അപ്പൊ ഞങ്ങൾ തന്നെയാണ് ഭക്ഷണം തയ്യാറാക്കിയത്. എങ്ങനെ പറയാം? വി പ്രിപ്പയർഡ് ദ ഫുഡ് ourselves. വി പ്രിപ്പയർഡ് ദ ഫുഡ് ourselves. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞങ്ങൾ തന്നെ ഇനോഗ്രേഷൻ ചെയ്യേണ്ടി വന്നു. അതായത് ഞങ്ങൾ തന്നെ ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നു. എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മൾ റിഫ്ലെക്സീവ് പ്രോനൗണിൽ പഠിക്കാനുള്ളത്. മൈസെൽഫ്, ഹെർസെൽഫ്, ഹിംസെൽഫ്, യുവർ സെൽഫ്, യുവർ സെൽഫ്സ്, ദംസെൽവ്സ്, അവർ സെൽഫ്സ്, ഇറ്റ്സെൽഫ്. ഇത്രയും റിഫ്ലെക്സീവ് പ്രോനൗണുകളാണ് നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല ഞാൻ തന്ന എല്ലാ ക്വസ്റ്റ്യൻസും കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഡെയിലി ലൈഫിലുള്ള ഇതുപോലെയുള്ള റിഫ്ലെക്സീവ് പ്രോനൗൺ യൂസ് ചെയ്തിട്ട്
ഏതെല്ലാം സെന്റൻസ് പറയാൻ പറ്റും അതും നിങ്ങൾക്ക് കമന്റ് ആയിട്ട് അറിയിക്കാം കേട്ടോ. നമ്മുടെ കമന്റ് ബോക്സ് ഒന്ന് നിറഞ്ഞു കിടക്കട്ടെ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും അറിയില്ലെങ്കിൽ വീഡിയോയുടെ അഭിപ്രായമെങ്കിലും കമന്റ് ആയിട്ട് അറിയിക്കാം. ഓക്കെ, പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വിടുന്ന വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയി എത്തുകയുള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.